ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുമ്പളങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. അതിനുശേഷം നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് വളരെ ചെറുതായി അരിഞ്ഞ് അതും ചേർത്ത് അടച്ചു വെച്ച് ഈ കുമ്പളങ്ങ നന്നായിട്ട് വേകണം. കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആകണം. അതാണ് അതിൻ്റെ പാകം. കുമ്പളങ്ങ നന്നായിട്ട് വെന്തോ എന്നറിയുന്നതിനായിട്ട് കുമ്പളങ്ങയുടെ ആ നല്ല വെള്ള നിറം അത് മാറി നല്ല ഒരു ട്രാൻസ്പെറൻറ്റ് ഫോമിലേക്ക് വരും. അതാണ് അത് വെന്ത പാകം. ഇതേപോലെ തന്നെ നമുക്ക് വെള്ളരിക്ക ഉണ്ടാക്കാം. പക്ഷെ കുമ്പളങ്ങ നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പ് തേങ്ങ നന്നായിട്ട് അരയ്ക്കണം. അതിനുശേഷം കടുക് ചതയ്ക്കണം. ആ അരപ്പാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. ഈ അരപ്പും ചേർത്ത് നന്നായിട്ട് ഇത് തിളച്ച് ഈ കടുകിൻ്റെയും തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച രുചി മാറി ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് ഇതിങ്ങനെ വറ്റി വരണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. മോരൊഴിച്ച് വെക്കുന്ന കൂട്ടാനുകൾക്കൊക്കെ ഉപ്പ് അവസാനം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം ചേർത്താൽ ചിലപ്പോൾ ഒരു കയ്പ്പ് രുചി പോലെ തോന്നാറുണ്ട്. പക്ഷെ അവസാനം ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. രണ്ട് രീതിയിൽ വന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. എന്നിട്ട് ഈ അരപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വറ്റണം. അങ്ങനെ വറ്റി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തൈരൊഴിക്കാവൂ. അതുപോലെ തന്നെ ചൂടായ കൂട്ടാനിലേക്ക് തൈരൊഴിക്കുകയും ചെയ്യരുത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ ഇത് തീ നിർത്തി അടച്ച് കുറച്ച് നേരം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ തൈര് ചേർക്കേണ്ടത്. തൈരിന് ഭയങ്കരമായ പുളി പാടില്ല, എന്നാൽ ഒട്ടും പുളിയില്ലാത്ത അവസ്ഥയും ആകരുത്. ഒരു മീഡിയം പുളിയുള്ള തൈരായിരിക്കണം നമ്മൾ ചേർക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ കൂട്ടാൻ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ. പുളി കൂടിയാൽ കൊള്ളില്ല, പുളി കുറഞ്ഞാലും കൊള്ളില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ചൂട് കൂട്ടാനിലേക്ക് തൈര് ഒഴിക്കരുത്. തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. തൈരും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷമാണ് എത്രയാണോ ആവശ്യമുള്ള ഉപ്പ് അത് ചേർക്കേണ്ടത്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം കടുക് വറുക്കണം. കടുക് വറുക്കാനായിട്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കടുക് വറുത്ത് കൂട്ടാനിലേക്ക് ചേർക്കാം. കടുക് വറുത്ത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് സമയം അത് അടച്ചു വെക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ രുചിയും ഉപ്പും തൈരിൻ്റെ ആ പുളിയുമൊക്കെ നന്നായിട്ട് കൂട്ടാനിൽ യോജിക്കും. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് വിളമ്പി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ സ്വാദിഷ്ടമായ കുമ്പളങ്ങ കിച്ചടി.